എന്റെ ദൈവത്തിന്റെ കൂടെ നടക്കുകയാണ്. എന്റെ ദൈവത്തിന്റെ കൂടെ നടക്കുന്നവരോട് ചേർന്ന്, എന്റെ ദൈവത്തെ ആരാധിക്കുന്നവരോട് ചേർന്ന് ജീവിക്കുകയാണ് എനിക്ക് നല്ലത്. ഇച്ചിരി പണം ഇല്ലേലും കുഴപ്പമില്ല, ഇച്ചിരി ആ പളവളപ്പ്, ആ കൊട്ടാരത്തിലെ എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുണ്ടാകുന്ന ഇത്തിരി ആ സുഖലോലമതൊക്കെ വിട്ടുപോയാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇത്തിരി ക്ഷീണിച്ചാലും കുഴപ്പമില്ല, പട്ടിണി കഴിഞ്ഞ് കുടിച്ചിട്ട് മെലിഞ്ഞാലും കുഴപ്പമില്ല, ഞാനൊരു അസ്ഥികോലമായി മാറിയാലും കുഴപ്പമില്ല. എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കുന്ന ജനത്തോടുള്ള കൂട്ടുകെട്ട് മതി. ഈ കൊട്ടാരത്തിലുള്ള ഈ വലിയവരുള്ള കൂട്ടുകെട്ട് ഞാൻ കാര്യമായി എണ്ണുന്നില്ല. അങ്ങനെ വലിയവരോടുള്ള കൂട്ടുകെട്ട് അവൻ വെട്ടിമുറിച്ച് അവൻ മരുഭൂമിയിലേക്ക് ജനത്തിന്റെ അടുത്തേക്ക് പോയി. അവൻ സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് പോയി. ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുന്നവരോട് കൂടെ കൂട്ടുകൂടാൻ വേണ്ടി അവൻ ഇറങ്ങിപ്പോയി. രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്നതുപോലെ അവൻ സഹിച്ചു നിന്നു. അതുകൊണ്ട് ദൈവം അവനെ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു പക്ഷേ മോശമുള്ളത് കൊണ്ടാണ് ആ കാലഘട്ടത്തിലെ ഫറവോയും ആ കാലഘട്ടത്തിലെ സംഭവങ്ങളെല്ലാം ഇന്ന് അനുസ്മരിക്കപ്പെടുന്നത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നതനായി ദൈവം മോശയെ ഉയർത്തി. ഫറവോയേക്കാൾ ഉന്നതനായി ദൈവം മോശയെ ഉയർത്തി. ഇന്ന് മോശ നിമിത്തം ആ ഫറവോ ഓർമ്മിക്കപ്പെടുന്നു. ഇന്ന് മോശ നിമിത്തം ആ സാഹചര്യങ്ങൾ ഓർമ്മിക്കപ്പെടുന്നു. ഇന്ന് മോശ നിമിത്തം ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ഓർമ്മിക്കപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോഴുള്ള സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ നിങ്ങൾ മടി വിചാരിക്കരുത്. പാപത്തിന്റെ ഭരണഫലമായുള്ള വരുമാനം വേണ്ടാന്ന് വെക്കാൻ നിങ്ങൾ മടി വിചാരിക്കരുത്. പാപത്തിന്റെ കൂട്ടുകെട്ടുകൾ വഴി നേടുന്ന എല്ലാ സുഖങ്ങളും പ്രിയപ്പെട്ട ദൈവജനമേ, അത് ഉയർച്ചയിലേക്കല്ല, അത് നാശത്തിലേക്കാണ് ദൈവജനത്തെ വലിച്ചിഴച്ചുകൊണ്ട് പോവുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇതൊരു വലിയൊരു ആത്മീയ സത്യമാണ്. ഇത് ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു ആത്മീയ സത്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് യഥാർത്ഥ ശത്രു തെറ്റായ കൂട്ടുകെട്ടുകളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ചിലപ്പോൾ നമ്മോട് വളരെ സ്നേഹമുള്ളവരിലൂടെ ആയിരിക്കാം ഈ ശത്രു പ്രവർത്തിക്കുന്നത്. അബ്രാഹവും ലോത്തും ഒന്നിച്ച് യാത്ര പുറപ്പെട്ടപ്പോൾ ഈ പ്രയാസത്തെ കുറിച്ച് അബ്രാഹാം ആദ്യം ബോധ്യവാനായിരുന്നില്ല. എന്നാൽ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അബ്രാഹത്തിന് നല്ലൊരു ആത്മീയ ബോധ്യമുണ്ടായി. ലോത്തുമായി നടന്നാൽ എന്റെ ദൈവത്തിനെ അനുസരിക്കാൻ എനിക്ക് സാധ്യമല്ല. എന്റെ ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കാൻ ഈ കൂട്ടുകെട്ട് എനിക്ക് തടസ്സമാണ്. എന്റെ ദൈവത്തിന്റെ വഴികളിലൂടെ ഉയരാൻ, എന്റെ ദൈവത്തെ ആരാധിക്കാൻ ഈ ലോത്തുമായുള്ള കാര്യം, എന്റെ സഹോദരനാണ്, എന്റെ ബന്ധുവാണ്, എന്റെ വേണ്ടപ്പെട്ട ആളാണ്, എല്ലാം വിട്ട് എന്നെ സ്നേഹിച്ച് പുറപ്പെട്ടു വന്ന ആളാണ്. പക്ഷേ ഇത് എന്റെ ദൈവത്തെ ആരാധിച്ച് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിനെ അനുസരിച്ച് പോകാൻ എനിക്ക് തടസ്സമാണ്. അവിടെ വെച്ച് അബ്രാഹാം ലോത്തുമായുള്ള ബന്ധം വേർപെടുത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ബന്ധങ്ങളുണ്ട്. നാം ഉപേക്ഷിച്ചാൽ എങ്ങനെയായി തീരും? ഇത് ഉപേക്ഷിക്കാൻ സാധിക്കുമോ? ഇത് ഉപേക്ഷിച്ചാൽ തെറ്റല്ലേ? വളരെ ബുദ്ധിമുട്ടുള്ള ബന്ധങ്ങളോട് ഉപേക്ഷിക്കാൻ. പക്ഷെ ഒരു കാര്യം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ദൈവവചനത്തിൽ പഠിപ്പിക്കുന്ന കാര്യം ഇങ്ങനെ. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ആ വ്യക്തി നിമിത്തമാണ് ഇപ്പോൾ എന്റെ കുടുംബം പുലർന്നു പോകുന്നത്, ആ കൂട്ടുകെട്ട് നിമിത്തമാണ് ഇതുവരെ ഞാൻ ഉയർന്നു വന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമാണ് ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായ ഉയർച്ച നൽകുന്നത്. ദൈവമാണ് ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായി സംരക്ഷണം നൽകുന്നത്. ദൈവമാണ് ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായി വഴി തെളിച്ചു കൊടുക്കുന്നത്. ഈ ലോകത്തിലുള്ളൊരു മനുഷ്യനെ ഭയപ്പെട്ട്, ഈ ലോകത്തിലുള്ളൊരു മനുഷ്യനെ പേടിച്ച് ജീവിതം ഒരിക്കലും ഉയർച്ചയിലേക്ക് ഉയരാൻ ഒരു വ്യക്തിക്ക് സാധിക്കുകയില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ജീവിതത്തിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ആഴമേറിയ വെളിപ്പെടുത്തലുകൾ ദൈവം നൽകുന്നുണ്ട്. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 150 സങ്കീർത്തനങ്ങളുള്ള
സങ്കീർത്തന പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ പ്രബോധനം ഇതാണ്. സങ്കീർത്തനം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വചനപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. പാപികളുടെ മാർഗങ്ങളിൽ നടക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കുകയോ അരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പാപികളുടെ മാർഗങ്ങളിൽ നടക്കുകയോ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കുകയോ അരുത്. എല്ലാ പീഠങ്ങളും ഇരിക്കാൻ കൊള്ളുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാ വ്യക്തികളും കൂട്ടുകൂടാൻ പറ്റിയതല്ല. എല്ലാ ഉപദേശവും സ്വീകരിക്കാൻ പറ്റിയതല്ല. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി, നിങ്ങളുടെ വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടായി, നിങ്ങൾ ആരുടെ ഉപദേശമാണ് സ്വീകരിക്കുന്നത്? നിങ്ങളുടെ നാട്ടിൽ പ്രാർത്ഥിച്ച് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് നടക്കുന്നൊരു വ്യക്തിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്ന ഒരു ദൈവദാസനുണ്ട്. വികാരിച്ചനായിക്കട്ടെ, ആരും ആകട്ടെ, ഒരു ദൈവദാസനുണ്ട്. അവരുടെ ഉപദേശമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ആയിരിക്കുമോ? ചിന്തിച്ചു നോക്കണം. ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമാണിതെല്ലാം. ഒരു പ്രശ്നം വന്നാൽ ആരുടെ ഉപദേശമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? ദൈവത്തെ മാനിക്കാത്ത ദുഷ്ടമാർഗങ്ങൾ അവലംബിക്കുന്ന ഒരു വ്യക്തിയുടെ ഉപദേശത്തെ സ്വീകരിക്കുന്നെങ്കിൽ ദൈവം ആ വഴി അംഗീകരിക്കുന്നില്ല. ആ വഴി ഒന്നിന് 10 നടന്നാലും ചിലപ്പോൾ അത് ശരിയാകണം നിർബന്ധമില്ല. കുറുക്കു വഴികളെല്ലാം ഉയർച്ചയിലേക്കുള്ളതല്ലെന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാത്തൊരു വ്യക്തിയാണോ, ആ വ്യക്തിക്ക് ഒരു വാഗ്ദാനം ബൈബിൾ നൽകുന്നുണ്ട്. വീണ്ടും, നീ പാപികളുടെ കൂടെ വ്യാപരിക്കരുത്, നീ പാപികളുടെ കൂടെ വ്യാപരിക്കരുത്. ഏത് അശുദ്ധ മാർഗത്തിനെ കുറിച്ചും ഒരു കൂസലം തോന്നാത്ത വ്യക്തികളോട് കൂട്ടുകൂടരുത്. അങ്ങനെയുള്ള വ്യക്തികളുമായി സമ്പർക്കത്തിൽ വന്ന് അങ്ങനെയുള്ള വ്യക്തികളുമായി ഒരുമിച്ച് ബിസിനസ്സുകൾക്ക് പുറപ്പെടരുത്. അങ്ങനെയുള്ള വ്യക്തികളുമായി ഒരുമിച്ച് ശുശ്രൂഷകൾക്ക് പുറപ്പെടരുത്. അങ്ങനെയുള്ള വ്യക്തികളുമായി ഒരുമിച്ച് സംരംഭങ്ങൾക്ക് വേണ്ടി പുറപ്പെടരുത്. അങ്ങനെയുള്ള വ്യക്തികളുമായി ഒരുമിച്ച് കൃഷിക്ക് പുറപ്പെടരുത്. നീ പാപികളുടെ കൂടെ, ദൈവത്തെ വെറുക്കുന്നവരുടെ കൂടെ, ദൈവവിരോധികളുടെ കൂടെ, ദൈവവുമായി യാതൊരു സഖ്യമില്ലാത്തവരുടെ കൂടെ, അശുദ്ധ മാർഗത്തിൽ ഒരു കൂസലും തോന്നാത്തവരുടെ മേൽ, ദൈവമായി ഇല്ലാത്തവരുടെ കൂടെ, ദൈവവിരോധികളുടെ കൂടെ നീ ഒന്നിച്ച് ഒരു സംരംഭത്തിന് വേണ്ടി പുറപ്പെടരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നീ പരിഹാസകരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കരുത്. നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ വേണ്ടി പരിഹാസകരായ വ്യക്തികളുടെ കൂട്ടത്തിലേക്ക് പോകരുത്. നിങ്ങൾ ആനന്ദം അനുഭവിക്കാൻ, സന്തോഷം കണ്ടെത്താൻ, റിലാക്സേഷന് വേണ്ടി നിങ്ങൾ പരിഹാസകരുടെ പീഠങ്ങളിലേക്ക് പോകരുത്. അങ്ങനെ നിന്റെ വഴിയെ നീ നിർമ്മലമായി സൂക്ഷിച്ചാൽ ദൈവം വളരെ ശക്തമായ ഒരു വാഗ്ദാനം തരുന്നുണ്ട്. ആ വാഗ്ദാനം എങ്ങനെയാണ്? നിന്റെ എല്ലാ പ്രവൃത്തികളും സഫലമാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ എല്ലാ പ്രവൃത്തികളും സഫലമാകും. ചിലപ്പോൾ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മേൽപോട്ട് എറിഞ്ഞ വടി കീഴ്പോട്ട് വരുന്നത് പോലെയാണ് ഓരോ കാര്യത്തിനും പോയിട്ട് തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു നന്മയില്ലാതെ, ഒരു ഗതിയും കിട്ടാതെ മേൽപോട്ട് എറിയുന്നവർ കീഴ്പോട്ട് വരുന്നത് പോലെ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ പാപികളുടെ കൂടെ നടക്കാതെയും പരിഹാസകരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കാതെയും ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാതെയും ഇരുന്നാൽ, നീ നിനക്കൊരു ആവശ്യം വരുമ്പോൾ ആ ദേശത്ത് ദൈവഭയോ ദൈവഭക്തിയുള്ള ഒരു ദൈവദാസനോട് സമീപിച്ചാൽ, നീ ആത്മീയ ആനന്ദത്തിനു വേണ്ടി ആത്മീയ നിറവുള്ള ആത്മീയ വ്യക്തികളോട് ചേർന്ന് കൃപാവചസ്സുകളാലും സങ്കീർത്തനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും നീ ആത്മാവിൽ സന്തോഷത്തിന്റെ പൂർണ്ണത അനുഭവിക്കാൻ പരിശീലന ഒരു വ്യക്തിയാണെങ്കിൽ, നീ ദുഷ്ടരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, ദൈവം വ്യക്തമായൊരു വാഗ്ദാനം നൽകുന്നുണ്ട്, നിന്റെ എല്ലാ പ്രവൃത്തികളും സഫലമാകും. രണ്ടാമത്തെ വാഗ്ദാനം എങ്ങനെയാണ്? നീ ബൈബിൾ തുറന്നാൽ ബൈബിൾ നിനക്ക് ആനന്ദമായി മാറും. ഇന്ന് ബൈബിൾ തുറന്ന അപ്പൊ തന്നെ ഉറക്കം വരികയാണ്. വചനം കേട്ടാൽ അപ്പൊ തന്നെ ഉറക്കം വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുന്ന അപ്പൊ തന്നെ ഉറക്കം വരികയാണ്. ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഇരുന്ന അപ്പം തന്നെ ക്ഷീണം വരികയാണ്. നടുവേദന, തലവേദന, മുതുകുവേദന, എല്ലാ വേദനകളും കൂട്ടത്തോടെ വരുന്നൊരു സമയമാണ് ഈ സമയം. പ്രൈസ് ദി ലോർഡ്. എല്ലാ തരത്തിലുള്ള
ദുർവാശിയും കൂട്ടത്തോടെ ഇളകുന്ന സമയമാണ് സന്ധ്യാപ്രാർത്ഥനയുടെയും ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി പുറപ്പെടുന്ന നേരങ്ങളിലൊക്കെ കുടുംബങ്ങളിൽ കാണുന്നൊരു കാഴ്ച. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ആ സമയത്ത് നിങ്ങൾ ക്ലിയർ ആക്കിയാൽ ക്ലിയറൻസ് വരണം നിർബന്ധമില്ല. ആ സമയത്തല്ല ക്ലിയറൻസ് നടത്താനുള്ള സമയം. നിങ്ങളുടെ ജീവിതത്തിന്റെ നടപ്പ് നിങ്ങൾ നോക്കണം. ആരുടെ കൂടെയാണ് നിങ്ങളുടെ നടപ്പ്? ഏത് വഴികളിലൂടെയാണ് നിങ്ങളുടെ യാത്ര? നിങ്ങൾ പാപികളുടെ കൂടെയാണ് നിങ്ങളുടെ നടപ്പെങ്കിൽ, പാപികളുടെ വഴികളിലാണ് നിങ്ങൾ ബലം കണ്ടെത്തിയിരിക്കുന്നതെങ്കിൽ, ദുഷ്ടന്റെ ഉപദേശമാണ് നിന്റെ പാദങ്ങൾക്ക് നീ പ്രകാശമായി വെച്ചിരിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് നിനക്ക് ബൈബിൾ ആനന്ദമായിരിക്കുകയില്ല. എന്നാൽ ദുഷ്ടരുടെ ഉപദേശം കേൾക്കാതെയും പാപികളുടെ വഴികളിലൂടെ നടക്കാതെയും ദൈവമായ കർത്താവിന്റെ സന്നിധി അവിടുത്തെ പ്രസാദിപ്പിച്ചാൽ വചനം പഠിപ്പിക്കുന്നു ബൈബിൾ നിന്റെ ആനന്ദമായിരിക്കും. കർത്താവിന്റെ നിയമത്തിലായിരിക്കും നിന്റെ സന്തോഷം. വചനം പഠിപ്പിക്കുകയാണ് നീർച്ചാലിനരികെ നട്ടതും ഇല കൊഴിയാത്തതുമായ വടവൃക്ഷം പോലെയാണവൻ. നീർച്ചാലിനരികെ നട്ടതും ഇല കൊഴിയാത്തതും വേനലിനെ ഭയപ്പെടാത്തതുമായ, ക്ഷാമകാലത്തെ ഭയപ്പെടാത്ത, തകർച്ചയെ ഭയപ്പെടാത്ത, തകർച്ചയെ പരിഹസിക്കുന്ന ഒരു ശക്തനായ മനുഷ്യനായി ഭൂമിയിൽ നീ മാറും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ എല്ലാ പ്രവൃത്തികളും സഫലമാകും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇതൊരു വലിയ ആത്മീയ സത്യമാണ് സഹോദരങ്ങളെ. നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവിക മാർഗത്തിൽ നടക്കുന്നവരോടുമുള്ള സത്യത്തെ നിങ്ങൾ വിലമതിച്ച് നിങ്ങൾ ബാക്കിയുള്ള വലിയ അങ്ങനെയുള്ള തിന്മയുടെ വഴികളും തിന്മയുടെ സന്തോഷങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾ ദൈവിക സന്നിധിയിൽ നിങ്ങൾ എളിമപ്പെട്ടാൽ, നിങ്ങൾ ഈ ലോകത്തിൽ ഏത് മലമൂട്ടിൽ ചെന്ന് താമസിച്ചാലും ആ മലമൂട്ടിൽ ദൈവം ഒരു ശക്തിയായി നിങ്ങളെ ഉയർത്തും. നിങ്ങൾ ലോകത്തിലെ ഒരു പ്രധാന ശക്തിയായി മാറും. ആ മലമൂട് ഒരു പ്രധാന കേന്ദ്രമായി മാറും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആർസിലെ വിശുദ്ധ വിയാനിസിനെ ഓർമ്മിക്കുകയാണ്. ഫ്രാൻസ് രാജ്യത്തെ ആ പ്രദേശത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു ആർസ് എന്ന് പറഞ്ഞ ഇടവക. എന്നാൽ ദൈവഭക്തനായ ഒരു മനുഷ്യൻ, തെറ്റായ മാർഗങ്ങളോട് കൂട്ടുകൂടാത്ത ഒരു മനുഷ്യൻ, അശുദ്ധ സംസാരങ്ങളിൽ അകന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആർസിലെ വിയാനിയച്ചൻ വൈദിക പഠനകാലത്തും സ്കൂൾ പഠനകാലത്തും അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഒരു കാര്യം കാണാം. അദ്ദേഹം ഇങ്ങനെ പരിഹാസകരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കുകയോ ദുഷ്ടതയിൽ സന്തോഷിക്കുകയോ പാപമാർഗത്തിൽ ആനന്ദിക്കുകയോ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഒറ്റയ്ക്ക് പോയിരുന്ന കൊന്തയില്ല. നീതിമാനായ ലോത്തിനെ പോലെ ആ മനുഷ്യൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട്.